ചില യാത്രകൾക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാകും, ചില യാത്രകൾക്ക് ഒരു റീസണും ഉണ്ടാകും. പക്ഷേ ഈ യാത്രയ്ക്ക് ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് വൺ മിഷൻ, എസ്കേപ്പ് ഫ്രം ദ റൂട്ടീൻ. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അല്പം നേരത്തെ ഓഫീസിൽ നിന്നിറങ്ങി. റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയപ്പോഴേക്കും ഷാഹുലും എത്തി. ഉച്ചയ്ക്ക് 1:45 റൂമിൽ നിന്നിറങ്ങി കോർണിഷ് വഴി നേരെ അൻസാരിയുടെ വീട്ടിലേക്ക്. 2:10 അവിടെ എത്തുമ്പോൾ അൻസാരി ബാഗുമായിട്ട് വെളിയിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. 10 മിനിറ്റിനുള്ളിൽ ലഗേജ് എല്ലാം കാറിൽ ലോഡ് ചെയ്തു. 2:20 ഞങ്ങൾ കോബാറിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. റോഡിൽ വലിയ ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു. മനസ്സിൽ വലിയ പ്ലാനുമില്ല. ഈ ട്രിപ്പിൻ്റെ ലക്ഷ്യം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റീസെറ്റ്. ജോലിയുടെ ടെൻഷനും ഡെഡ് ലൈനുകളും ദിവസവും ആവർത്തിക്കുന്ന അതേ ലൈഫും. അതിൽ നിന്ന് 3 ദിവസത്തെ ഒരു ചെറിയ എസ്കേപ്പ്. കോബാറിൽ നിന്ന് ദുബായ് വരെ ഏകദേശം 850 കിലോമീറ്റർ, ഏകദേശം 9 മണിക്കൂർ ഡ്രൈവ്. അതുകൊണ്ട് തന്നെ സൺഡേ ലീവ് എടുത്തു. യാത്ര തുടങ്ങിയതിന് ശേഷം മാത്രമായിരുന്നു അടുത്ത 3 ദിവസത്തെ പ്ലാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ദുബായ് എത്തുമ്പോഴേക്കും രാത്രി ഒരുപാട് വൈകും. മരുഭൂമിയിലൂടെ പോകുന്ന ഈ റൂട്ടിൽ ഇടയ്ക്ക് പെട്രോൾ പമ്പുകളോ റെസ്റ്റോറൻറ്റുകളോ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രാത്രി ഭക്ഷണം അബുദാബിയിൽ നിന്ന് കഴിക്കാമെന്നും തീരുമാനിച്ചു. കോബാർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് സൽവ, ഖത്തർ ബോർഡർ. 250 കിലോമീറ്റർ മരുഭൂമി പിന്നിട്ട് വൈകിട്ട് 4:40 സൽവ എത്തി. ചെറിയൊരു ബ്രേക്ക്, ഒരു ബൂഫിയ. ഓരോ ചായയും സാൻഡ്വിച്ചും കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. 370 കിലോമീറ്റർ നീളുന്ന എൻഡ്ലെസ് ഡെസേർട്ട്. അടുത്ത സ്റ്റോപ്പ് ബത്ത ബോർഡർ. ഇപ്പോൾ സമയം ഏകദേശം 6:15. സൂര്യൻ പതുക്കെ മരുഭൂമിയുടെ പിന്നിലേക്ക് മറയുകയാണ്. റോഡ് ട്രിപ്പിൻ്റെ ഏറ്റവും മനോഹരമായ സമയം. ബത്തയിൽ നിന്ന് പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചു. കാരണം UAE പെട്രോളിൻ്റെ വില സൗദിയേക്കാൾ അല്പം കൂടുതലാണ്. കൂടാതെ അടുത്ത 200 കിലോമീറ്റർ ജസ്റ്റ് ഡ്രൈവ്, നത്തിങ് എൽസ്. സൗദി ഇമിഗ്രേഷൻ പ്രതീക്ഷിച്ചതിന് വേഗത്തിൽ കഴിഞ്ഞു. ഇനി അടുത്തത് UAE ബോർഡർ. വിസ ചെക്കിംഗ്, എമിഗ്രേഷൻ, കസ്റ്റംസ്, എക്സ്റേ. സാധാരണ ഇവിടെ വലിയ ക്യൂ കാണാറുണ്ട്. താമസം കൂടാതെ എല്ലാം ക്ലിയർ. ഓൺലൈനിലായി ഇൻഷുറൻസ് എടുത്തതുകൊണ്ട് അതിനും സമയം കളയേണ്ടി വന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും രാത്രി 8:20. ഇനി അബുദാബി വരെ വിശാലമായ ഹൈവേ. ബോർഡർ മുതൽ അബുദാബി വരെയുള്ള റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് 160 ആയിരുന്നു. ഏകദേശം ബോർഡറിൽ നിന്നൊരു 150 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ അടുത്ത പെട്രോൾ സ്റ്റേഷൻ എത്തി. അവിടെ നിന്ന് വീണ്ടും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഓരോ കോഫിയും കുടിച്ചു. അവിടെ നിന്ന് അൻസാരിയാണ് ഡ്രൈവിംഗ് ഏറ്റെടുത്തത്. രാത്രി 11:30. ഫൈനലി വി ആർ ഇൻ അബുദാബി. തലാൽ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ വാഹനം പാർക്ക് ചെയ്തു. വിശപ്പ് അതിൻ്റെ പീക്ക് ലെവലിൽ. ഫ്രണ്ട് വരാൻ കാത്തു നിൽക്കാതെ ആദ്യം ഫുഡ് ഓർഡർ ചെയ്തു. സൗദിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭക്ഷണത്തിൻ്റെ വിലയും അല്പം കുറവായിരുന്നു. ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും ഫ്രണ്ടും എത്തി. അല്പസമയം അവിടെ ചെലവഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. ഇനി ബാക്കി 140 കിലോമീറ്റർ. അബുദാബിയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ രാത്രി 12:45. അബുദാബി പിന്നിട്ട് ദുബായിലേക്ക് അടുക്കുമ്പോൾ നഗരത്തിൻ്റെ ലൈറ്റുകളും സ്കൈലൈനും പതുക്കെ മാറി തുടങ്ങി. രാത്രി 2 മണിക്ക് ഒടുവിൽ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി. ചെക്ക് ഇൻ ചെയ്തു. 6th ഫ്ലോറിലായിരുന്നു റൂം. ഇനി ഒരൊറ്റ കാര്യം മാത്രം എല്ലാവർക്കും: സ്ലീപ്പ്. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ ദേറ. ചെറിയൊരു ഷോപ്പിംഗ്.
അവിടെ നിന്ന് പാം ജുമേര. പിന്നെ ദുബായ് മാൾ. സത്യമായി പറഞ്ഞ സാധാരണ കണ്ടുവരുന്ന തിരക്കിനേക്കാൾ പകുതി പോലും ഉണ്ടായിരുന്നില്ല. അതും കഴിഞ്ഞ് പിന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ബുർജ് ഖലീഫ. വൈകുന്നേരം റൂമിലേക്ക് തിരിച്ചെത്തി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ ദുബായ് ഔട്ട്ലെറ്റ് മാൾ. ഷോപ്പിംഗ് ലവേഴ്സിന് ഇതൊരു പാരഡൈസ് തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ് ഐറ്റംസിനും മികച്ച ഓഫർ. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ധേരയിലേക്ക്. കാരണം കാറിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം മുഴുവൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ആ ദൗത്യം ഷാഹുൽ ഏറ്റെടുത്തു. ഞാനും അൻസാരിയും മെട്രോ പിടിച്ച് നേരെ ധേര മാളിലേക്ക്. കുറച്ച് ഷോപ്പിംഗ്, കുറച്ച് നടത്തം, കുറച്ച് വായിനോട്ടം. യാത്രയിലെ ചെറിയ ചെറിയ നിമിഷങ്ങളാണ് അവസാനം കൂടുതൽ ഓർമ്മയാകുന്നത്. അവിടെ നിന്ന് നേരെ റൂമിലേക്ക് തിരിച്ചു. രാത്രി ഏകദേശം 3 മണിയോടുകൂടി ഷാഹുൽ കാർ റെഡിയാക്കി തിരിച്ചെത്തി. അടുത്ത ദിവസം സൺഡേ ഞങ്ങളുടെ റിട്ടേണിംഗ് ജേർണിയാണ്. അൻസാരിക്ക് നാട്ടിലേക്ക് പോകാനിരുന്നതിനാൽ കുറച്ച് ഷോപ്പിംഗ് കൂടി ബാക്കി. അതുകൊണ്ട് ആദ്യം അത്. ദി ഔട്ട്ലെറ്റ് വില്ലേജ്. അവിടെ നിന്നും ഉച്ചയ്ക്ക് 2 മണിയോടെ ദുബായിക്ക് ബൈ പറഞ്ഞു. ലഞ്ച് അബുദാബി, പിന്നെ വീണ്ടും ബോർഡർ, അതേ മരുഭൂമി, അതേ ഹൈവേ. പക്ഷേ ഇത്തവണ മനസ്സ് നിറഞ്ഞിരുന്നു. രാത്രി 12 മണിയോടെ വീണ്ടും ഖോബാറിലെത്തി.